മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയും ബബിതയും എല്ലാ വഴക്കുകളെല്ലാം തീർത്തു കൊടുത്തിന് അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബബിത അവളുടെ കാമുകനായിട്ടുള്ള അമലിന്റെ കൂടെ കറങ്ങാൻ പോവാണ്. അലീന പലവട്ടം അവളെ വിലക്കിയെങ്കിലും അതൊന്നും തന്നെ കേൾക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവസാനം അവർ ഒരു ദിവസം മുഴുവൻ പുറത്ത് ഒരു മുറിയെടുത്തിട്ട് ബബിത അമലിന്റെ കൂടെ താമസിച്ചതിന് ശേഷമായിരിക്കും തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ബബിതയോട് അലീന ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഇവിടെ നിന്ന് പോയതാണല്ലോ ബബിതെ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? നീ ഇപ്പോഴാണോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ബബിത വല്ലാതെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ ആരാടി എന്നോട് ഇതൊക്കെ ചോദിക്കാന്? എനിക്ക് പല സ്ഥലങ്ങളിലും പോവേണ്ടി വരും. എനിക്ക് തോന്നുന്ന സമയത്തിന് ഞാൻ പോവും തിരിച്ചു. എന്റെ കോളേജ് ആവശ്യങ്ങൾക്കും കമ്പൈൻ സ്റ്റഡീസിനൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത ദേഷ്യപ്പെടും. ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബബിത അലീനെ അവിടെ നിന്നങ്ങ് വിരട്ടി ഓടിക്കാണ്. പക്ഷേ ബബിത അമലിന്റെ കൂടെ പോകുന്നത് കണ്ട ഹരി അവരറിയാതെ തന്നെ ആ ഒരു വീഡിയോ അവരുടെ പുറകെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബബിതയെ കാണുന്ന ഹരി ആ ഒരു വീഡിയോ കാണിച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്താണ്. നീ എവിടെ പോയി എന്നും അവിടെ എന്ത് ചെയ്തു എന്നൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഇത് ഞാൻ നിന്റെ അനിയത്തിയെയും അച്ഛനെയും അമ്മയൊക്കെ കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് നീ അനുസരിക്കേണ്ടി വരുമെന്ന് പറയുന്ന സമയത്തിന് ബബിത ആകെ പേടിച്ചു പോവാണ്. എടി, നീ എനിക്ക് വഴങ്ങി തരേണ്ടി വരും. എനിക്ക് നീ വഴങ്ങിത്തരുമോ എന്ന് ചോദിച്ച് ഹരി ബബിതയുടെ മേലേക്ക് അങ്ങ് കൈവെക്കുമ്പോഴേക്കും അവൾ ആകങ്ങ് ഞെട്ടിപ്പോവാണ്. ഹരിയേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടത്, രോഹിത്തിനെ പോലെയാണ് കരുതുന്നത്. പക്ഷേ ഹരിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ബബിത കരഞ്ഞു പറയുമ്പോൾ, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് നീ വിട്ടുതരണമെന്നും അത് കഴിഞ്ഞ് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ എന്നും ഹരി പറഞ്ഞു. ബബിത സങ്കടത്തോടു കൂടെ തന്നെ, ഹരിയേട്ട എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരിക്കുമ്പോൾ ബബിതയ്ക്ക് വല്ലാത്ത തളർച്ചയും ക്ഷീണമൊക്കെ തോന്നി. മാസമുറയുടെ തീയതി കഴിഞ്ഞു എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാതെ പേടിയായി. അവൾ ഫോണിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി. 1-2 ദിവസം തീയതി മാറിയെന്ന് കരുതിയിട്ട് ഗർഭിണി ആകണമെന്നില്ല എന്ന് അതിൽ കണ്ടുവെങ്കിലും അവളുടെ ഉള്ളിലെ പേടിയൊന്നും തന്നെ മാറുന്നില്ല. ഒടുവിൽ ആരും കാണാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രഗ്നൻസി കാർഡ് വാങ്ങാൻ അവൾ തീരുമാനിച്ചു. ആരും അറിയാതെ കാർഡ് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്തു നോക്കി. കാർഡിൽ 2 വരകൾ തെളിയുന്നത് കണ്ട ബബിത ആകെ തകർന്നു പോവാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? അമൽ എന്നെ ചതിക്കുമായിരുന്നോ എന്നൊക്കെ ഓർത്തു കൊടുത്തിന് അവൾ ആകെ വിറച്ചു നിൽക്കാണ്. ഉടനെ തന്നെ അമലിനെ വിളിച്ചുവെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്തു. കാരണം അവന്റെ ആവശ്യം ബബിതയുമായിട്ടുള്ള അവന്റെ എല്ലാ ഇടപാടും അതോടുകൂടെ കഴിഞ്ഞല്ലോ. പലവട്ടം അവനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്നും ഫോൺ എടുക്കുന്നില്ല. തന്നോട് പ്രണയം നടിച്ച് അവൻ തന്റെ ശരീരത്തിന് വേണ്ടി മാത്രമായിരുന്നു കൂടെ കൂടിയത് എന്ന് അവൾ പേടിയോടെ ചിന്തിച്ചു. കോളേജിൽ പോയി തന്റെ സുഹൃത്തുക്കളോട് ബബിത സങ്കടം പറഞ്ഞു. അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊന്നു കളയുമെന്നും ഞാൻ അവനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എന്നും വിവാഹം കഴിക്കുമെന്ന് കരുതിയിട്ടാണ് കൂടെ പോയത് എന്നും പറയും. പക്ഷേ അവൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ പേടിക്കേണ്ട ബബിതെ, നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണാം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയും. അബോർഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം തന്നെ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടറെ കാണാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർ അവളെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ഇത്രയും വിവരമില്ലാതെ പെരുമാറാവോ? പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ? ആരെങ്കിലും പ്രേമം നടിച്ചാൽ സ്വന്തം ശരീരം വിട്ടുകൊടുക്കണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ബബിത നിന്നങ്ങ് കരയാണ്. ഡോക്ടർ, അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അവൻ എന്നെ സ്നേഹിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഒഴിവാക്കി തരണമെന്ന് ബബിത അപേക്ഷിച്ചപ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്നും തന്റെ വീട്ടുകാരറിഞ്ഞ പ്രശ്നമാവുമെന്നും പറഞ്ഞ് ഡോക്ടർ അവളെ അവിടെ നിന്നും മടക്കി അയച്ചു. ഒടുവിൽ ഗതിയില്ലാതെ ബബിത മരിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് തന്നെ അവൾ ഹരിയെ വിളിച്ച് സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹരി അവളെ പുച്ഛിക്കുകയാണ് ചെയ്തത്. വല്ലവന്റെയും കൂടെ കിടന്നിട്ട് പ്രഗ്നന്റ് ആയ നിന്നെ ഞാൻ എന്തിനാ സഹായിക്കുന്നത് എന്ന് ചോദിച്ച് അവൻ അങ്ങ് കൈവിട്ടു. പിന്നീട് അമലിനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുത്തു. അമലെ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഇത്ര നേരം വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത് എന്ന് ബബിത ആകെ സങ്കടപ്പെട്ട് ചോദിക്കും. അമലെ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ പ്രഗ്നന്റ്. അന്ന് ഞാൻ നിന്റെ കൂടെ വന്നതല്ലേ? അന്നത്തെ ആ രാത്രിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അന്നേരം അമല് പറയുന്നത്, ഞാൻ വിളിച്ചപ്പോഴേക്കും നീ എന്റെ കൂടെ വന്നില്ലേ? അതുപോലെ നീ ഇനി ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടുണ്ടാവും? നീ ഗർഭിണിയായതിനെന്തിനാ നീ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ച് അമൽ അവളെ അപമാനിച്ചു. ബബിത വല്ലാതങ്ങ് തകർന്നു പോയി. വീട്ടിലെത്തി റൂമിൽ അടച്ചിരിക്കുന്ന ബബിതയെ കണ്ടുകൊടുത്തന്നെ അലീന വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? നീ എന്താ ആരോടും മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ച് അലീനയോട് ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അലീന സങ്കടത്തോടു കൂടി തന്നെ പോയിട്ട് കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു.
ഒടുവിൽ ബബിത പുറത്തിറങ്ങിയ സമയം നോക്കി അലീന അവളുടെ മുറിയിലേക്ക് കയറി പരിശോധിച്ചു. അവിടെ വേസ്റ്റ് ബിന്നിലിട്ടിരിക്കുന്ന പ്രഗ്നൻസി കാർഡിന്റെ ആ ഒരു കവർ കണ്ടതോടുകൂടെ തന്നെ അലീന ഞെട്ടിപ്പോയി. ചുറ്റും നോക്കുന്ന സമയത്തിന് അവിടെ ഇരിക്കുന്ന ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് അലീന കണ്ടു. അത് നോക്കുന്ന സമയത്തിന് അതിൽ 2 വരെ കൃത്യമായി തന്നെ തെളിഞ്ഞിരിക്കുന്നു. അതോടെ തന്റെ അനിയത്തി ഗർഭിണിയാണോ എന്നോർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ആ സമയത്താണ് മുറിയിലേക്ക് ഈ ഒരു കാഴ്ചയും കണ്ടുകൂടെ തന്നെ ബബിത വരുന്നത്. അലീന കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ മോളെ ഇത്രയും ദേഷ്യം കാണിച്ചത്? ആരാണ് നിന്നെ ഇങ്ങനെ ചതിച്ചത്? ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് കാണിച്ചു കൊടുക്കും. അലീന ചോദിക്കുമ്പോൾ ബബിത എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. അമൽ തന്നെ ചതിച്ചതാണ് എന്നും അന്ന് രാത്രി മുഴുവൻ ഞാൻ അമലിന്റെ കൂടെയാണ് കഴിഞ്ഞത് എന്നും അന്ന് ശരീരം പങ്കുവെച്ചതോടുകൂടെ ഇങ്ങനെ തനിക്ക് ചതി പറ്റിയെന്ന കാര്യങ്ങളെല്ലാം തന്നെ ബബിത അലീനയോട് പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ബബിതയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, നമുക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ബബിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് അലീന ഡോക്ടറുടെ കാല് പിടിച്ച് അപേക്ഷിക്കുമ്പോൾ ഡോക്ടർ മരുന്ന് നൽകി. ഇത് കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഇത്രയും അധികം സ്നേഹിക്കുന്ന അലീനയെ ഞാൻ ഇതുവരെ ദ്രോഹിച്ചല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ബബിതയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഹരിയുടെ ഭീഷണിയെക്കുറിച്ച് അറിഞ്ഞ അലീന അവൾക്ക് ധൈര്യം നൽകി. അവന്റെ കർണം നോക്കി ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കണമെന്നും ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും അലീന പറഞ്ഞു. മരുന്ന് കഴിച്ച് ബബിതയുടെ ആ ഒരു പ്രശ്നമെല്ലാം തന്നെ മാറി. പിന്നീട് അമ്മയുടെ അടുത്തേക്ക് എത്തിയ ബബിത അലീന ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ട് വൈജയന്തി ഞെട്ടിപ്പോയി. അലീന അവളെ മയക്കിയെടുത്തോ എന്ന് വൈജയന്തി സംശയിച്ചുവെങ്കിലും അലീന ചേച്ചി പാവമാണെന്ന് ബബിത ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ വൈജയന്തിക്ക് അലീനയോടുള്ള വെറുപ്പൊന്നും തന്നെ കുറഞ്ഞിരുന്നില്ല. ഒടുവിൽ ബബിത അലീനയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. അലീന അവളെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതെല്ലാം കണ്ടുകൊടുത്തിന് കൃഷ്ണമോൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ അലീനയും ബബിതയും തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ദൃഢമായിരുന്നു. ബബിതയുടെ അബോഷം കഴിഞ്ഞതോടുകൂടി തന്നെ അവൾക്ക് കിട്ടിയത് ഒരു 2ാം ജന്മം തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴും അമലിന്റെയും ഹരിയുടെയും ക്രൂരതകൾ അവളുടെ ഉള്ളിൽ ഒരു കനലായി എരിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കോളേജ് കഴിഞ്ഞു വരുന്ന വഴിയിൽ ഹരി വീണ്ടും ബബിതയെ തടഞ്ഞു നിർത്തി. തന്റെ കയ്യിലുള്ള വീഡിയോ കാണിച്ച് പഴയതുപോലെ തന്നെ അയാൾ അവളെ ഭീഷണിപ്പെടുത്താൻ നോക്കി. എന്താ ബബിതേ, ഇപ്പോഴാണ് കോളേജ് കഴിഞ്ഞത്? ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ മറന്നിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ രാത്രിയെങ്കിലും നീ എനിക്ക് വഴങ്ങിത്തരേണ്ടി വരുമെന്നിങ്ങനെ പരിഹാസ രൂപേണ പറയാണ് ഹരി. എന്നാൽ ഇത്തവണ ബബിത പേടിച്ചിട്ടൊന്നും തളർന്നില്ല. അലീന ചേച്ചി നൽകിയ ധൈര്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ആഞ്ഞൊരൊറ്റന്നങ്ങ് പൊട്ടിച്ചു. ഹരി അന്തം വിട്ടു നിൽക്കുമ്പോൾ പുറകിൽ നിന്നും അലീന നടന്നു വരുന്നുണ്ട്. ഇനി ഈ വീഡിയോ കാണിച്ചിട്ട് ഇവളെ പേടിപ്പിക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട ഹരി. ഇതിലും വലിയ തെളിവുകൾ നിനക്കെതിരെ എന്റെ കയ്യിൽ. ഈ നിമിഷം തന്നെ നീ ഇത് നിർത്തിയില്ല എങ്കിൽ നിന്റെ സ്ഥാനം അഴിക്കുള്ളിലായിരിക്കും. അലീനയുടെ വാക്കിലെ കരുത്ത് കണ്ട് ഹരി ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്നും പോയി. അടുത്ത ലക്ഷ്യം അമലിനെയായിരുന്നു. തന്നെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയായിരുന്നു അമൽ. അലീനയും ബബിതയും നേരെ അമലിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അവന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അമലിന്റെ തനി നിറം തന്നെ അലീന തുറന്നു കാട്ടി. ഇവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചവനാണ്, ഇവനെ വിശ്വസിക്കരുതേ എന്ന് അലീന ഉറക്കെ പറഞ്ഞു. അമൽ തടയാൻ നോക്കിയെങ്കിലും അലീന വിട്ടുകൊടുത്തില്ല. ഒടുവിൽ അമലിന് തന്റെ തെറ്റുകളെല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അവന്റെ വിവാഹം മുടങ്ങിയതോടുകൂടി തന്നെ ബബിതയ്ക്ക് താൻ അനുഭവിച്ച നീതി ലഭിച്ചതായി തോന്നി. പക്ഷേ വീട്ടിലെ സാഹചര്യം അപ്പോഴും കലുഷിതമായിരുന്നു. വൈജയന്തി ഇപ്പോഴും അലീനയെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അലീന ബബിതയെ മയക്കിയെടുത്തതാണെന്ന് അവർ വിശ്വസിച്ചു. ഇതിനിടയിൽ തന്നെ ബാലചന്ദ്രന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയും കൂട്ടരും പുതിയ പ്ലാനുകൾ മെനഞ്ഞിരുന്നു. എന്നാൽ ബബിത ഇപ്പോൾ അലീനയുടെ പക്ഷത്തായതുകൊണ്ട് തന്നെ അവരുടെ ഓരോ നീക്കങ്ങളും അലീന മുൻകൂട്ടി തന്നെ അറിഞ്ഞു. ഒരു രാത്രിയിൽ വൈജയന്തി അലീനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അലീന തന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവർ വലിയ ബഹളമുണ്ടാക്കി. അച്ഛൻ ബാലചന്ദ്രനെ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബബിതയാണ് മുന്നോട്ട് വന്ന് സത്യം തുറന്നു പറഞ്ഞത്. അച്ഛാ, അമ്മ കള്ളം പറയാണ്. അലീന ചേച്ചി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അമ്മയാണ് ആ ആഭരണങ്ങളെല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചത്. തന്റെ സ്വന്തം മകൾ തനിക്കെതിരെ സാക്ഷി പറയുന്നത് കണ്ടിട്ട് വൈജയന്തി ആകെ തളർന്നു പോയി. ആ സംഭവത്തോടു കൂടെ തന്നെ അലീന ഈ വീട്ടിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അലീനയുടെ സ്നേഹവും ക്ഷമയും ഒടുവിൽ ആ കുടുംബത്തെ ഒന്നാക്കി മാറ്റുകയാണ്. ബബിതയും കൃഷ്ണമോളും അലീനയുടെ തണലിൽ സുരക്ഷിതരായി. വൈജയന്തിക്ക് അലീനയോടുള്ള വെറുപ്പ് പൂർണ്ണമായിട്ടും മാറിയില്ല എങ്കിലും അവൾക്ക് ആ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മഴതോരു മുൻപേ സീരിയലിൽ ഇനി വിദ്വേഷത്തിന്റെ സ്ഥാനത്ത് സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.